ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ACB അക്കാഡമി. എല്ലാവർക്കും ACB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ VFA കമ്പനി ബോർഡ് എൽജിഎസ് ബെവ്ക്വളിറ്റീസ് അല്ലെ 3 എക്സാംസിനുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി ഏറ്റവും അധികം വിദ്യാർത്ഥികൾ ഈ വർഷം അപ്ലൈ ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 3 എക്സാമുകളാണ്. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് വിശ്വാസം. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ വന്ന് വിളിച്ച് PSCയിൽ ഏറ്റവും അധികം നിങ്ങൾ നടക്കാൻ പോകുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ ഒറ്റപ്പെടാൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട 3 പോസ്റ്റുകളാണ്. ഏറ്റവും അധികം ആളുകൾ എഴുതാൻ പോകുന്ന എക്സാമാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ഇനി ഈ അടുത്ത ഭാഗത്ത് ഇനി അടുത്തൊരു 2-3 കൊല്ലത്തേക്ക് ഒന്നും ഇതുപോലെ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പോകുന്നില്ല, വരാനായിട്ട് പോകുന്നില്ല അല്ലേ. സോ ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഉഴപ്പാൻ പാടില്ലാത്ത ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പലപ്പോഴും ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഈവൻ ചിലപ്പോൾ സെൽഫ് സ്റ്റഡി കടന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുന്നവർ കോമൺ ആയിട്ട് വരുത്തുന്ന ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു അബദ്ധമാണ്, നിങ്ങൾ ആ പഠിക്കുന്ന ടൈമിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ കീപ്പ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തൊരു അബദ്ധമാണ് നമ്മൾ ഈ ഒരു തവണ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് അല്ലേ 3-in-1 ബാച്ച് ആണ്. നമുക്ക് പ്രധാനപ്പെട്ട 3 കോഴ്സുകൾ VFA, ബെവ്ക്വളിറ്റീസ്, കമ്പനി ബോർഡ് എൽജിഎസ് അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്ന അറിയാമായിരുന്നു, ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന 3 പ്രധാനപ്പെട്ട പോസ്റ്റുകളാണ് നിയമങ്ങൾ നടക്കുന്നത്. അറിയാലോ, ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഈ വർഷം നടക്കാൻ പോകുന്നത് ഈ 3 പോസ്റ്റുകൾ കൂടിയാണ്. അപ്പൊ ആ ഒരു പഠനത്തിലൂടെ നമ്മൾ ഈ 3 ക്രാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മുമ്പിൽ കാത്തിരിക്കുന്നത് അല്ലെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലെ ക്ലാസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ എപ്പോഴും ഒരു പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഈ എക്സാമുകൾക്ക് ഒരേ രീതിയിൽ പഠിക്കാനായിട്ട് പറ്റുക? അതിന് ഏത് സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആദ്യം ഇതിനെന്തുണ്ട്, 2 എക്സാമുകൾക്ക് നമുക്ക് പ്രിലിംസ് വരുന്നുണ്ട്, ഒരു എക്സാമിന് നമുക്ക് പ്രിലിംസ് ഇല്ല. അവിടെ തന്നെ ഒരു വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. VFAക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രിലിംസ് വരുന്നില്ല. പക്ഷെ ബിവറേജൽഡിക്കും അതുപോലെ കമ്പനി ബോർഡിനും നമുക്ക് എന്ത് വരുന്നുണ്ട്, പ്രിലിംസ് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രിലിംസ് ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെ നമുക്ക് ഈ 3 എക്സാമുകൾക്കും വേണ്ടി ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റും? അതുപോലെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, 7th ലെവലും 10th ലെവലും ഒക്കെ നമുക്ക് എക്സാംസ് മാറി വരികയാണ് അല്ലെ. അപ്പൊ ഇവരുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ സിലബസ് വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മറ്റ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാം? അല്ലെങ്കിൽ ഈ 3ന്റെ സിലബസ് വ്യത്യസ്തമല്ലേ, പിന്നീട് എങ്ങനെയാണ് ഈ ഒറ്റ പഠനത്തിലൂടെ പറ്റുക എന്നുള്ള എല്ലാവർക്കും വരുന്നൊരു സംശയമാണല്ലേ. അപ്പൊ പലരും കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ആദ്യം പ്രിലിംസ് വരാറുണ്ട് അല്ലെ. നമുക്ക് ആദ്യം വരാൻ പോകുന്ന 10th ലെവൽ പ്രിലിംസ് ആണ്. ഈ പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനൊന്നും ഡിഫറന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പല സിലബസോ കാര്യങ്ങളോ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. 10th ലെവൽ കോമൺ പ്രിലിംസ് ഒരൊറ്റ സിലബസ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിനല്ലേ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പലരും അതിലേക്ക് എന്ത് ചെയ്യും, ഫോക്കസ് കൊടുക്കാറായിട്ട് പോകാറുണ്ട് അല്ലെ. ആദ്യമേ നമ്മൾ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസ് വെച്ച് ആദ്യമേ നിങ്ങൾ പഠിക്കും. പക്ഷേ ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന പലരും ആദ്യം വരുത്തുന്ന മിസ്റ്റേക്ക് ആണ് ഈ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് അല്ലെ. പ്രിലിംസ് ഫോക്കസ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 സിലബസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ 2 സിലബസ് ആണ് പ്രധാനമായിട്ടും ഈ 3 എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഈ 2 സിലബസുകളാണ്. ഇതിൽ ആദ്യം കാണുന്നതാണ് നമ്മുടെ VFAയുടെയും അതുപോലെ തന്നെ ബിവറേജൽഡിക്കും വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന സിലബസ് ആണ് ആദ്യം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമ്മുടെ കോമൺ LDയുടെ സിലബസ് ആണ്, നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന LDയുടെ സിലബസ് ആണ്. ആൻഡ് ഈ താഴെ രണ്ടാമത് കാണുന്നതാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽജിഎസിന്റെ സിലബസ് എന്ന് പറയുന്നത്. കമ്പനി ബോർഡ് എൽജിഎസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ പറഞ്ഞ ഒറ്റ പഠനത്തിലൂടെ ക്രാക്ക് ചെയ്യാം. പക്ഷെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിന്റെ 2ന്റെ സിലബസ് നോക്കിയാൽ തന്നെ അറിയാം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഏതിന് വരുന്നുണ്ട്, ഈ 2 സിലബസിലും വരുന്നുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും വിചാരിക്കും 2 സിലബസ് ഉള്ള എക്സാംസ് എങ്ങനെ ഈ സിലബസ് വെച്ച് പഠിക്കും, എങ്ങനെയാണ് ഒരുമിച്ച് പഠിക്കാനായിട്ട് പറ്റുന്നത്? ഇനി ഇതിനു മുൻപ് നമുക്ക് പ്രിലിംസ് വരാറല്ലേ, ഇവിടെയാണ് ആദ്യത്തെ മിസ്റ്റേക്ക് വരുന്നത്. പലരും എന്ത് ചെയ്യും, ആദ്യം തന്നെ പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കും. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും പ്രിലിംസ് ഫോക്കസ് ചെയ്ത് തന്നെയല്ലേ പഠിക്കേണ്ടത്, കാരണം പ്രിലിംസ് ക്ലിയർ ചെയ്താലേ നമുക്ക് മെയിൻസിലേക്ക് പോകാൻ പറ്റൂ. ശരിയാണ്, നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിംസിന് ഫോക്കസ് കൊടുക്കണം, വേണ്ടെന്നല്ല. പ്രിലിംസ് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തിലേക്ക് പോകാം, മെയിൻസ്. അപ്പൊ പ്രിലിംസിൽ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിലിംസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ എക്സാം കലണ്ടർ നോക്കിയാൽ അറിയാം, പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നീട് ആകെ 2-3 മാസങ്ങളാണ് മാക്സിമം ഞാൻ പറയുന്നത്. അത്രയും മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, മെയിൻസിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പായിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം ഈ കമ്പനി ബോർഡ് എൽജിഎസിന്റെ അതേ സിലബസ് തന്നെയാണ് അല്ലെ. ഈ ഒരു സിലബസ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഇതേ സിലബസ് തന്നെയാണ് 10th ലെവൽ പ്രിലിംസിന് എന്ത് ചെയ്യുക, വരിക അല്ലെ.
അപ്പൊ എല്ലാവരും ആദ്യമേ ഈ ഒരു സിലബസ് വെച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ആദ്യം അങ്ങ് ചെയ്യുക. പലരും വരുത്തൊരു മിസ്റ്റേക്ക് ആണ്. പ്രിലിംസ് ആദ്യം വരുന്നതുകൊണ്ടും കമ്പനി ബോർഡ് എൽജിഎസ് കൂടുതൽ പേര് എഴുതുന്നതുകൊണ്ടും എല്ലാവരും ആദ്യം ഈ ഒരു സിലബസിലേക്ക് ഫോക്കസ് പോകും. പക്ഷെ അവിടെയാണ് യഥാർത്ഥ പ്രശ്നം വരുന്നത്. നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ചാണ് ഈ വരാൻ പോകുന്ന എക്സാമ്പിൾ കമ്പനി ബോർഡ് മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ, ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വിടുക. പക്ഷെ നിങ്ങൾ VFAക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബിവറേജ് എൽഡിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന പ്രിലിംസ് വരെ നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി 2 മാസങ്ങൾ കൊണ്ട് നിങ്ങൾ എത്രത്തോളം വീണ്ടും കവർ ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുക. ഇത് കവർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ 2 മാസം കൊണ്ട് ബാക്കി കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു റൗണ്ട് വായിച്ചു വിടാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ ഞാൻ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഹയർ പൊസിഷനിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയാനുള്ള കാര്യമാണ് പഠിക്കുക എന്നുള്ളത് മാത്രമാണോ? റിവിഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അല്ലേ. പഠിക്കണം, പഠിക്കുന്നതിന്റെ കൂടെ അല്ലെങ്കിൽ അത് മാക്സിമം സിലബസ് കവർ ചെയ്തതിന് ശേഷം പിന്നീടുള്ള സമയം നമ്മൾ എഫക്റ്റീവായിട്ട് കൊടുക്കേണ്ടത് എന്തിനാണ്? ഈ പറയുന്ന പോലെ PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ ആണ്. അപ്പൊ പ്രിലിംസ് വരെ നിങ്ങൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ബാക്കി ഈ പറയുന്ന BFA ബിവറേജ് എൽഡിയുടെ സിലബസിൽ കിടക്കുന്ന പെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാനുള്ള അല്ലെങ്കിൽ റിവിഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രിലിംസിനായിക്കോട്ടെ അല്ലെങ്കിൽ കമ്പനി പോളിസി വരുന്ന 3 എക്സാമുകളും ഫോക്കസ് ചെയ്ത് ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏത് സിലബസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ കാണുന്ന VFAയുടെയും ബിവറേജ് എൽഡിയുടെ സിലബസ് വെച്ചാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് കമ്പനി ബോർഡ് വരുമ്പോൾ എന്തില്ല? ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരുന്നില്ല അല്ലെ. പക്ഷെ ബാക്കി പോർഷൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ ഒരു സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി ഈ ഒരു സിലബസ് വെച്ചാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷും മലയാളം ഒക്കെ അവിടെ എന്ത് ചെയ്യാണ്? അവിടെ പെൻഡിങ് ആവുകയാണ്. പക്ഷെ നേരെ മറിച്ച് VFAയുടെ അല്ലെങ്കിൽ LDയുടെ സിലബസ് വെച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഓൾമോസ്റ്റ് 95% സബ്ജക്ട്സും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ച് നിങ്ങൾ ആദ്യമേ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ അവിടെ എന്ത് കവർ ചെയ്യാണ്? നിങ്ങളുടെ പ്രിലിംസിന്റെയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽജിസിന്റെയും എല്ലാം സിലബസ് കവർ ചെയ്ത് തന്നെ പോയാണ്. വളരെ മൈന്യൂട്ട്, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അഡീഷണൽ ആയിട്ട് നിങ്ങൾ കമ്പനി ബോർഡ് എൽജിസിന്റെ കേസിൽ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. അതൊരു 1 മാസം പോലും വേണ്ട, ഒരു 2-3 ആഴ്ച കൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ചെറിയ കാര്യങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ആദ്യം ഇത് സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞല്ലേ ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്യുന്നില്ല, വലിയ ഡീപ്പായിട്ട് ഏതിനകത്ത് വരുന്നില്ല, കമ്പനി പോളിസിന്റെ സിലബസിനകത്ത് വരുന്നില്ല. ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമേ പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ വേൾഡ് ഹിസ്റ്ററി ഏതിനകത്ത് വരുന്നില്ല, കമ്പനി പോളിസിന്റെ കേസിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമേ കമ്പനി പോളിസിന്റെ സിലബസ് വെച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രിലിംസും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നേന്നും പറഞ്ഞ് ഏത് പഠിക്കേണ്ടി വരും? വേൾഡ് ഹിസ്റ്ററി പഠിക്കേണ്ടി വരും. ഒരിക്കലും ചെയ്യരുത്. പക്ഷെ ആദ്യമേ ഇവിടുത്തെ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും കമ്പനി പോളിസിൽ വേണ്ട അല്ലെങ്കിൽ പ്രിലിംസിന് വേണ്ട കംപ്ലീറ്റ് ഹിസ്റ്ററി സിലബസ് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്ത് ജോഗ്രഫി പഠിക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെയാണ്. എക്കണോമിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ, അത് 5 ഇയർ പ്ലാൻസും അതുപോലെ തന്നെ വളരെ കുറച്ച് ബേസിക് ടേംസും മാത്രമേ നിങ്ങൾക്ക് ഏതിനകത്ത് വരുന്നുള്ളൂ? കമ്പനി പോളിസിന്റെ കേസിൽ വരുന്നുള്ളൂ. ഈ കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് കേരള ഗവർണൻസിന്റെ ടോപ്പിക് നിങ്ങൾക്ക് ഏതിനകത്ത് വരുന്നില്ല, കമ്പനി പോളിസിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. സയൻസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. സയൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താണ്? സെയിം തന്നെയാണ്. സയൻസ് ഞാൻ പറഞ്ഞല്ലോ, സയൻസ് പക്ഷേ നിങ്ങൾ ഏത് എക്സാം പഠിച്ചാലും നിങ്ങൾ സോഴ്സ് ആക്കി പഠിക്കേണ്ടത് SCERT ആണ്. സയൻസ് ഞാൻ എപ്പോഴും പറയുന്നു, സയൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റെക്കമെൻഡേഷൻ ആണ് തരുന്നത്. നിങ്ങൾ സയൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇത്തവണ ക്വസ്റ്റ്യന്റെ ഏറ്റവും വലിയ സോഴ്സ് ആയിട്ട് വരാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഉറപ്പിച്ചു വെച്ചു. അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷങ്ങൾ മുതൽ തന്നെ സയൻസ് ക്വസ്റ്റ്യൻസിന്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഏതല്ല? റാങ്ക് ഫയലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അതിന്റെ അഡീഷണൽ ഫാക്ട്സും എല്ലാം നിങ്ങൾക്ക് ഏതിൽ നിന്ന് പഠിക്കാം? SCERTയിൽ നിന്ന് പഠിക്കാം. സോ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോകുന്ന ഏത് എക്സാമിനാലും സോഴ്സ് ആക്കേണ്ടത് എന്ത് തന്നെയാണ്? SCERT തന്നെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, റാങ്ക് ഫയലോ മറ്റു കാര്യങ്ങളോ വെച്ച് സയൻസ് പഠിക്കുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല ഫോക്കസ് നിങ്ങൾ ഇത്തവണ ഏതിന് കൊടുക്കുക? ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് SCERTക്ക് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലാതെ പഠിക്കുന്നതിൽ 100% എഫക്റ്റീവാണ് SCERT വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം ഡീപ്പായിട്ട് എവിടെ വരുന്നില്ല, മറ്റേ കേസിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു സിലബസ് വെച്ച് കവർ ചെയ്യുക. നിങ്ങൾ ആദ്യമേ കമ്പനി ബോർഡ് സിലബസ് വെച്ചാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ 10th പ്രിലിംസിന്റെ അല്ലെങ്കിൽ അഡീഷണൽ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും? പെൻഡിങ് ആവും. അത് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കവർ ചെയ്യാൻ പറ്റില്ല. ഇനി കവർ ചെയ്യാൻ പറ്റിയാൽ റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ഒറ്റ പഠനത്തിലൂടെ കവർ ചെയ്ത് റിവിഷന് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് യൂസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ഇത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് പിന്നീട് എന്ത് ചെയ്യും? ഒരുപാട് നിങ്ങൾക്ക് പെൻഡിങ് വരും. എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ആവും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രിലിംസ് കഴിഞ്ഞുള്ള 2 മാസം എന്ന് പറയുന്നത് നിങ്ങൾ പഠിത്തത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്യേണ്ടതല്ല. പുതിയ കാര്യങ്ങൾ പെൻഡിങ് ഉള്ളത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ റിവിഷനും അതിന്റെ കൂടെ പാരലായിട്ട് തന്നെ കണ്ടക്ട് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല?
ടൈം വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഈ ഒരു സിലബസ് ബേസ് ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഈ 3 എക്സാമുകൾക്കും വേണ്ട സിംഗിൾ പ്രിപ്പറേഷൻ നൽകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ 3-in-1 ബാച്ച് എന്ന് പറയുന്നത്. BFA, BPLDC, കമ്പനി പോളിറ്റീസ്. ഡെയിലി സ്റ്റഡി പ്ലാന്റെ ബേസിലായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, സിലബസ് നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയിരിക്കും. കംപ്ലീറ്റ് സിലബസ് നമ്മൾ മാക്സിമം നേരത്തെ കവർ ചെയ്യും. ആൻഡ് ഈ സിലബസ് കവറേജിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിവിഷൻസ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇത് കഴിഞ്ഞുള്ള ടൈം നമ്മൾ പക്ക PYQ ബേസ്ഡ് റിവിഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, അതിന്റെ കൂടെ തന്നെ റെഗുലർ ബേസിസിൽ എന്ത് നടക്കും, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും. ടോപ്പിക് വൈസും അല്ലാതെ എല്ലാം മോക്ക് ടെസ്റ്റുകൾ, എക്സാമിന്റെ സെയിം പാറ്റേണുള്ള മോക്ക് ടെസ്റ്റുകൾ എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ പഠിത്തത്തിന്റെ കൂടെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സെൽഫ് അനാലിസിസ്, നിങ്ങളുടെ വീക്കർ ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ള സെൽഫ് അനാലിസും എല്ലാം അതിന്റെ വഴിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നടത്താനായിട്ടും പറ്റും. SCRT ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസിന്റെ വലിയൊരു സോഴ്സ് ആണ്. SCRTയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണോ എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്, അതിന്റെ എല്ലാം ഒരു കംപ്ലീറ്റ് പാക്കേജ്, നിങ്ങൾക്ക് ഒന്നും മറ്റൊരിടത്തേക്ക് അന്വേഷിച്ചുകൊണ്ട് വരത്തില്ല. ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ച് തന്നെയാണ് നമ്മുടെ ഒരു 3-in-1 പ്രയാണം ബാച്ച് എന്ന് പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, ഇനിയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആണ്. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ പെട്ടെന്ന് വിളിക്കുക, അഡ്മിഷൻസ് എടുക്കുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുക, വേസ്റ്റ് ചെയ്യായിരിക്കും. ഇതുപോലെ ഇനി റീസെന്റ് ആയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നില്ല. സോ എത്രയും പെട്ടെന്ന് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. സീ യു.